ആനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണുത്തമ പ്രിയൻ. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണുത്തമ പ്രിയൻ. അവൻ മാത്രം മതി എനിക്ക് ഹത്തിലും പരത്തിലും പാടി ആനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസിയോൻ പ്രയാണം ചെയ്യുകയാ. അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസിയോൻ പ്രയാണം ചെയ്യുകയാ. ഇതുവരെ ലജ്ജിപ്പാൻ സംഗതി വന്നില്ല, പാടി ആനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പ്രതികൂല ശക്തികളെൻ്റെ ചുറ്റും പാളയമിറങ്ങി എന്നാലും, പ്രതികൂല ശക്തികളെൻ്റെ ചുറ്റും പാളയമിറങ്ങി എന്നാലും, തെല്ലും അവരെ ഭയപ്പെടാതെന്നും പാടി ആനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. കഷ്ടതയാകുന്ന ചൂള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും, കഷ്ടതയാകുന്ന ചൂള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും, തീയുടെ ബലം കെടുത്തുന്നവനുള്ളത് പാടി ആനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോഹയെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. നോഹയുടെ ജീവചരിത്രമാണ് നാം ആലോചിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നോഹയ്ക്ക് ഒരു പ്രളയത്തിന് ശേഷം മഴവില്ല് കണ്ടതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. മഴവില്ലിന് ശേഷം ഒരു കരിനിഴൽ വന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. കുറേ കാലം നല്ല കാലമുണ്ട്, പ്രകാശമാനമായ കാലമുണ്ട്. എന്നാൽ കുറേ കാലം ഇരുണ്ട കാലമുണ്ട്. പ്രളയം ശിക്ഷയുടെ കാലമാണ്. പ്രളയം ദുരിതത്തിൻ്റെ കാലമാണ്. പ്രളയം യാതനയുടെ കാലമാണ്. എന്നാൽ യാതനയുടെ കാലം കഴിഞ്ഞു. മഴവില്ല് കണ്ടു, പ്രകാശം കണ്ടു, സമാധാനം കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ കാലം മാറി ഇന്ന് ഒരു നല്ല കാലം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ദുരിതങ്ങളുടെ കാലം കഴിഞ്ഞ്, യാതനയുടെ കാലം കഴിഞ്ഞ്, വേദനയുടെ കാലം കഴിഞ്ഞ്, കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും കാലം കഴിഞ്ഞ് ഒരു നല്ല കാലം കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതിനുള്ള മാർഗം പറഞ്ഞു തരാം. നല്ല കാലം ലഭിക്കാനുള്ള മാർഗം പറഞ്ഞു തരാം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഇത് വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. എല്ലായിടത്തും അഭിവൃദ്ധി പ്രാപിക്കും. എല്ലായിടത്തും. ചുറ്റും മുഴുവൻ പ്രളയമാണ്, ചുറ്റും മുഴുവൻ ന്യായവിധിയാണ്, ചുറ്റും അനേകർ ശിക്ഷയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്, ചുറ്റും പ്രളയത്തിൻ്റെ ജലത്തിൽ അനേകർ താണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് സുരക്ഷിതരാണ്. അനേകർ നാശത്തിൻ്റെ ആന്ത്യത്തിലേക്ക് താണുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ അനർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് താണുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ നിലയില്ലാക്കയത്തിലേക്ക് താണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോഹയും കുടുംബവും സുരക്ഷിതരായി കഴിയുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുരക്ഷിതരായി കഴിയാം. നിങ്ങൾക്ക് പെട്ടകത്തിൽ കഴിയാം. പെട്ടകം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നിത്യമായ പെട്ടകം, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. നിത്യമായ പെട്ടകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ പെട്ടകത്തിനുള്ളിലേക്ക് ഇന്ന് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. പെട്ടകത്തിന് പുറത്ത് ന്യായവിധിയാണ്, പെട്ടകത്തിന് പുറത്ത് ശിക്ഷാവിധിയാണ്, പെട്ടകത്തിന് പുറത്ത് കഠിനമായ യാതനയാണ്. അവിടെ ദുരിതമാണ്, അവിടെ മുറവിളിയാണ്, അവിടെ കഷ്ടതയാണ്. എന്നാൽ പെട്ടകത്തിനകത്ത് സുരക്ഷിതത്വമുണ്ട്. ഭദ്രമായ അവസ്ഥയാണ് പെട്ടകത്തിനുള്ളിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ചങ്കിനുള്ളിലേക്ക് നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. എന്താണ് ഈ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ചങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുക, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. ഈ പറയുന്നതൊക്കെ എന്താണ്? പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമാണ്. നിങ്ങൾ ലളിതമായൊരു വാക്ക് പറയൂ, കർത്താവേ, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവേ, ഒരു കാര്യം നീ ചെയ്യണം. എനിക്ക് ഇന്നു മുതൽ യേശുവിൻ്റെ ഉള്ളിൽ വസിക്കണം, യേശുവിൻ്റെ ഹൃദയത്തിനുള്ളിൽ വസിക്കണം. ഇതെൻ്റെ ആശയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നാഥ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ വചനത്തിൽ വായിക്കുന്നു. നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും, ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു നല്ല ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ ഹൃദയത്തിനുള്ളിൽ എനിക്ക് വസിക്കണം. യേശുവിൻ്റെ ആ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിനുള്ളിൽ, ആ സംശുദ്ധമായ ഹൃദയത്തിനുള്ളിൽ, യേശുവിൻ്റെ വാത്സല്യം വിങ്ങുന്ന ഹൃദയത്തിനുള്ളിൽ എനിക്കൊരിടം തരണം. കർത്താവേ, ഞാനിതാ അതിനായിട്ട് വരുന്നു. എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിൻ്റെ ഹൃദയം 2000 വർഷം മുമ്പ് തുറന്നത്, തിരുവിലാവ് തുറന്ന് ചോരയും നീരും ഒഴുകിയത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ ആന്തരിക ദാഹം മാറ്റുവാൻ, എൻ്റെ അന്തർദാഹം ശമിപ്പിക്കുവാൻ നീ കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് യാതനയുണ്ട്, എനിക്ക് ദുരിതമുണ്ട്, എനിക്ക് വേദനയുണ്ട്. എന്നാൽ നാഥ, എനിക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനം തരുവാൻ വേണ്ടി നീ കുരിശിൽ ജീവരക്തം ഊറ്റിയെന്നും, കുരിശിൽ നിൻ്റെ തിരുവിലാവ് തുറന്ന് കർത്താവെ ചോരയും നീരും നീ ഒഴുക്കിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ, പക്ഷെ ഒന്നെനിക്കറിയാം, യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. യേശുവേ, നീ എന്നെ സ്നേഹിച്ചാണ് തിരുവിലാവ് തുറന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ കുരിശിലെ ബലിയാൽ പാവിയായ എന്നെ നീ രക്ഷിച്ചു ഞാൻ വിശ്വസിക്കുന്നു. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാൽ എൻ കഷ്ടത മായ്ച്ച് എൻ നോവ് ഒഴിക്കണമേ, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ. എൻ്റെ നോവ്, എൻ്റെ വേദന എനിക്ക് ഒഴിവാക്കി തരണമേ, എൻ്റെ കഷ്ടതകൾ മായ്ച്ചു തരണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന് ഉത്തമനായ മിശിഹാ തമ്പുരാനെ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ചോരയാലും നീരിനാലും രക്തത്താലും വെള്ളത്താലും എൻ്റെ ആന്തരിക ദാഹം ശമിപ്പിക്കണമേ, അന്തർദാഹം ശമിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്കിത് അനുഭവിക്കാം. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നിനക്ക് അഭിവൃദ്ധി ലഭിക്കും. ഇന്നത്തെ സ്ഥിതി മാറ്റും. തിരുവചനം പറയുന്നു, 14-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം, യഹോവ തൻ്റെ
ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. വ്യക്തമാണ്. സ്ഥിതി മാറ്റി തരുന്നൊരു ദൈവമുണ്ട്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് 53-ാം സംഘത്തിന് അവസാന വാക്യം കാണാം. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. മഴവില്ല് കാണും, സമാധാനം കാണും, സന്തോഷം കാണും, സൗന്ദര്യം കാണും. വിശ്വത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യാതിരേകം മുഴുവൻ നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ പ്രകൃതി മുഴുവൻ സുന്ദരമാണെന്ന് നിനക്ക് മനസ്സിലാകും. ഈ പ്രകൃതിയിലെ വൃക്ഷങ്ങളും ലതകളും സസ്യങ്ങളും അവയുടെ ഇലകളും പുഷ്പങ്ങളും എല്ലാം സുന്ദരമാണെന്ന് നിനക്ക് മനസ്സിലാകും. ഇതിൽ കാണുന്ന ഓരോ തിര്യക്കുകളും ഓരോ ജീവികളും എല്ലാം സുന്ദരമാണെന്ന് നിനക്ക് മനസ്സിലാകും. എല്ലാം സുന്ദരം. എങ്ങനെ സുന്ദരമായി? കാരണം ഇവിടെ എല്ലാം സൃഷ്ടാവ് അവയെല്ലാം നിനക്കായി തന്നിരിക്കുന്നു. ഈ സൗന്ദര്യം നിറഞ്ഞ പ്രകൃതിയും സുന്ദരമായ ലോകവും എല്ലാം നിനക്കായി മനുഷ്യനായി തന്നിരിക്കുകയാണ്. മനുഷ്യനതിൻ്റെ മേൽ അധികാരം തന്നിരിക്കുകയാണ്. എല്ലാം മനുഷ്യന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യനായിട്ടോ ഇതെല്ലാം? അതേ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനുഷ്യനായിട്ട് തന്നെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഞാനീ പറഞ്ഞ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ തനിയെ ഇത് മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നോഹയ്ക്ക് ആ പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതമായ ഒരു സ്ഥാനം ലഭിച്ചു, സുരക്ഷിതമായൊരു അനുഭവം ലഭിച്ചു. പക്ഷേ പെട്ടകത്തിൽ നിന്ന് പുറത്ത് കിടന്നു, മഴവില്ല് കണ്ടു. മഴവില്ലിന് ശേഷം ഷാഡോ വരുന്നു. കഴിഞ്ഞ പ്രസംഗത്തിൽ ആ കാര്യം പറഞ്ഞല്ലോ. മഴവില്ലിന് ശേഷം ഷാഡോ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നല്ല കാലങ്ങൾക്ക് ശേഷം ഒരു ദുരിതം പിടിച്ച കാലം നേരിടുന്നവരാരെല്ലാം ഉണ്ട് ഈ വാക്കുകളെ കേൾക്കുന്നത്? നല്ല കാലങ്ങൾക്ക് ശേഷം, സന്തോഷകാലങ്ങൾക്ക് ശേഷം, സൗഭാഗ്യകാലങ്ങൾക്ക് ശേഷം, നല്ല പ്രസരിപ്പുള്ള കാലങ്ങൾക്ക് ശേഷം, നല്ല ഊർജ്ജസ്വലതയുള്ള കാലങ്ങൾക്ക് ശേഷം ഇന്ന് തളർന്നുപോയ കാലങ്ങൾ, ഇന്ന് ക്ഷീണാവസ്ഥയിലായ അവസ്ഥ, ഇന്ന് സാമ്പത്തികമായ ഞെരുക്കം, ഇന്ന് ശരീരത്തിൽ ആരോഗ്യക്കുറവ്, ഇന്ന് പലരും വെറുക്കുന്നു, പലരും എതിർക്കുന്നു. ഒരു കാലത്ത് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു, എല്ലാവരുടെയും സ്നേഹഭാജനമായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ ഇന്ന് ആർക്കും വേണ്ട, ആരും ഗവനിക്കുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ജീവിതം കരുനിഴൽ പാടുകളിൽ ഉണ്ടോ? നിങ്ങളാരെങ്കിലും എങ്ങനെയുണ്ടോ? ഇന്ന് പലതിലും ക്ഷയം സംഭവിച്ചവർ, പലതിലും ക്ഷീണം സംഭവിച്ചവർ. എത്ര നല്ല കാലമായിരുന്നു പണ്ടത്തെ കാലങ്ങൾ, അതെല്ലാം പോയല്ലോ, അതെല്ലാം തീർന്നു പോയല്ലോ എന്നോർത്ത് നെടുവീർപ്പിടുന്ന കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ സംഭവം ഓർക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ തോമസ് കാർലൈൽ എന്ന് പറയുന്ന ആളെക്കുറിച്ച്? തോമസ് കാർലൈൽ വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. സ്കോട്ട്ലൻഡിൽ ജനിച്ചു, വളർന്നു. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഗദ്യശൈലിയുടെ ഏറ്റവും പ്രൗഢോജ്വലമായ മാതൃക തന്ന ഒരു മഹാനായ സാഹിത്യകാരനാണ്. ഉജ്ജ്വലത്തായ ഒരു ഗദ്യശൈലി തോമസ് കാർലൈലിനുണ്ടായിരുന്നു. തോമസ് കാർലൈൽ ധാരാളം എഴുതിയിരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ലോകത്തിലൊരു സുപ്രസിദ്ധമായ ക്ലാസിക് ഗ്രന്ഥമാണ്, വളരെ പ്രസിദ്ധമാണ്, ഫ്രഞ്ച് റവല്യൂഷൻ. ഈ തോമസ് കാർലൈൽ അദ്ദേഹം വിവാഹം കഴിച്ചത് അദ്ദേഹത്തെ സഹായിക്കാൻ ഓഫീസിലാക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സെക്രട്ടറിയാണ്. ജീൻസ് വെൽഷ് എന്ന ആ ഒരു ലേഡിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായത്. വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ നല്ലതുപോലെ പണിയെടുത്തിരുന്നു. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ജീൻ വെൽഷിന് എന്തോ രോഗം ബാധിച്ചുവെങ്കിലും അവൾ ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അത് അത്ര ശ്രദ്ധിച്ചില്ല. കാരണം ജോലി തിരക്ക് കൊണ്ട് ജോലിയിലുള്ളതായ ആ ഒരു പ്രതിബദ്ധത കൊണ്ട് അദ്ദേഹം ഭാര്യയുടെ രോഗത്തിൻ്റെ കാര്യം അത്ര ശ്രദ്ധിച്ചില്ല. അവൾ പോയി ഡോക്ടറെ കണ്ടു, ചികിത്സകളൊക്കെ ചെയ്തു. പക്ഷേ ആ രോഗത്തോടു കൂടി തന്നെ അവൾ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരുന്നു. ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഇഷ്ടം, അവളുടെ താല്പര്യം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തെ സഹായിക്കുക, വേദനയും കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുറേയൊക്കെ അങ്ങ് പോയപ്പോഴേക്കും ജോലി ചെയ്യാൻ പറ്റാതായി, അസുഖമായി, കിടപ്പായി. അവൾ കിടക്കയിൽ കിടക്കുമ്പോഴും
അദ്ദേഹം ഇടയ്ക്ക് ചെല്ലും, സംസാരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ജോലി തിരക്കായതുകൊണ്ട് കൂടുതൽ നേരം അവിടെ ചെന്നിരിക്കില്ല. അവളുടെ അടുത്ത് കൂടുതൽ ഇരിക്കുകയോ അവളോട് ഒന്ന് സൗമ്യമായി മധുരമായി സംസാരിക്കുകയോ ചെയ്യുകയില്ല. സമയമില്ലാത്തതുകൊണ്ടാണ്, സ്നേഹക്കുറവുകൊണ്ടല്ല. സ്നേഹം അപ്പോഴും ഉണ്ട്. പിന്നീട് മനസ്സിലായത് ക്യാൻസറായിരുന്നു. ആ രോഗത്തിൽ അവസാനം അവൾ മരിച്ചു. അതിൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ടായി. അവളെ ശവസംസ്കാരം കഴിഞ്ഞ് അദ്ദേഹം അവളുടെ കിടപ്പുമുറിയിലേക്ക് ചെന്നു. അവളുടെ മേശപ്പുറത്ത് ഡയറി ഇരിക്കുന്നു. ഡയറി അദ്ദേഹം തുറന്നു നോക്കി. സ്വന്തം ഭാര്യ അവൾ അവസാനമായി എഴുതി വെച്ചത് എന്തെല്ലാമാണോ, ഡയറിയിൽ എന്തുണ്ട്, അദ്ദേഹം നോക്കി. ഒരു പേജിൽ അദ്ദേഹത്തിന് വായിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു. എഴുതിയിരിക്കുകയാണ്, ഇന്ന് എൻ്റെ ഒരു ഭാഗ്യ സുദിനമാണ്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എഴുതുന്ന ഡയറിയാണ്. ഇന്നെൻ്റെ ഭാഗ്യ സുദിനമാണ്. അദ്ദേഹം ഇന്ന് എൻ്റെ അടുക്കൽ 1 മണിക്കൂർ വന്നിരുന്നു. എന്ത് സന്തോഷമായിരുന്നു എനിക്കപ്പോൾ. എനിക്ക് അദ്ദേഹത്തെ എന്ത് സ്നേഹമാണെന്നോ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 1 മണിക്കൂർ നേരം ഭർത്താവ് എൻ്റെ അടുക്കൽ വന്നിരുന്നു എന്ന്. 1 മണിക്കൂർ നേരം അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിരുന്നു. എനിക്ക് എന്തൊരു സന്തോഷമായി എന്നോ. എനിക്ക് അദ്ദേഹത്തെ വലിയ സ്നേഹമാണ്. അങ്ങനെയാണ് പേജ്. അദ്ദേഹം കുറേ നേരം അത് വായിച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവൾ ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും സാന്നിധ്യം കിട്ടാറില്ല. ദയനീയ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഭർത്താവ് ഒന്ന് അടുക്കൽ വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും ചെല്ലാറില്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. ജോലി തിരക്കുകൊണ്ട് അവളുടെ അടുക്കൽ പോയി ഏറെ നേരം ഇരിക്കാറും പറ്റാറില്ലല്ലോ എന്ന് ഓർത്തു. പിന്നീട് ഏതാനും പേജ് മറിച്ചപ്പോൾ ഒരു പേജിൽ എഴുതിയിരിക്കുകയാണ്, ഇന്ന് നേരം ഇത്രയുമായി. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽപെരുമാറ്റം അടുത്ത മുറിയിൽ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ കാതോർത്ത് കിടക്കുകയായിരുന്നു. ഇല്ല, ഇനി അദ്ദേഹം വരില്ല, ഇനി വരാൻ സാധ്യതയില്ല. സാരമില്ല, അദ്ദേഹത്തിന് ജോലി തിരക്കല്ലേ. എഴുതിയിരിക്കുക. അദ്ദേഹം നിറകണ്ണുകളോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ ഡയറി അങ്ങനെ തുറന്ന് തന്നെ മേശപ്പുറത്തിരിക്കുക. അദ്ദേഹം ഓടുകയാണ് ആ കുഴിമാടത്തിൻ്റെ അരിയിലേക്ക്, ശവസംസ്കാരം ചെയ്തിരിക്കുന്ന ആ കുഴിമാടത്തിൻ്റെ അരിയിലേക്ക് തോമസ് കാർലൈൽ മഹാനായ സാഹിത്യകാരൻ ഓടുകയാണ്. അദ്ദേഹം അവിടെ കമിഴ്ന്ന് വീണു. കമിഴ്ന്ന് കിടന്നുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണീര് കൊണ്ട് അവിടെ ചെളിയായി. ആ ചെളി അദ്ദേഹത്തിൻ്റെ മുഖത്തും അദ്ദേഹത്തിൻ്റെ മൂക്കിലും വായിലുമെല്ലാം പുരണ്ടു. ചെളിയിൽ കുളിച്ച് അദ്ദേഹം അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ ഞാനിത് അറിഞ്ഞില്ലല്ലോ, അയ്യോ ഞാനിത് അറിഞ്ഞില്ലല്ലോ, അയ്യോ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഏറെയൊന്നും എഴുതിയില്ല. അദ്ദേഹം എഴുത്തെല്ലാം നിർത്തി. അദ്ദേഹത്തിൻ്റെ സാഹിതീയ യത്നങ്ങളെല്ലാം നിർത്തി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു കരുതൽ വീശി. പ്രിയപ്പെട്ടവരെ, പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. പല പല ചിന്തകൾ. ജീവിതത്തിൽ ഒരു സമയത്ത് സന്തോഷത്തിൻ്റെ കാലങ്ങളുണ്ട്, എന്നാൽ പിന്നീട് കരുതൽ വരുന്ന കാലങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കരുതലാണോ? നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ പോയിട്ടുണ്ടോ? ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ പോയിട്ടുണ്ടോ? ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ പോയിട്ടുണ്ടോ? നിങ്ങളുടെ സാന്നിധ്യം ഭാര്യയ്ക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു മധുരവാക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ? ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശം, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ? വാത്സല്യത്തിൻ്റെ ഒരു ചെറിയ ശബ്ദം കിട്ടാതെ പോയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കാതെ പോയിട്ടുണ്ടോ? മക്കളെ വാത്സല്യിക്കാതെ പോയിട്ടുണ്ടോ? എപ്പോഴും അവരോട് ചീത്തവാക്കുകൾ പറയുകയും എപ്പോഴും അവരോട് ശകാരിക്കുകയും എപ്പോഴും കോപിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു സ്നേഹത്തിൻ്റെ വാക്ക് കൊടുക്കാതെ പോയിട്ടുണ്ടോ? പ്രായമായ അപ്പനും പ്രായമായ അമ്മയ്ക്കും ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശം, സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, സ്നേഹത്തിൻ്റെ മൃദുലമായൊരു വാക്ക് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ജീവിതം വിരസമായി പോകാൻ സാധ്യതയുണ്ട്. ജീവിതം കരിനിഴൽ വീഴാൻ സാധ്യതയുണ്ട്. ജീവിതം ഇരുളടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, എവിടെയെല്ലാമാണ് പാകപ്പുഴ? മരിച്ചു കഴിഞ്ഞിട്ടും തിരുത്താൻ പറ്റില്ലല്ലോ. ആളങ്ങ് പോയി കഴിഞ്ഞു, ഇനി തിരുത്താൻ പറ്റില്ലല്ലോ. നിങ്ങളാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ കഷ്ടം, എനിക്ക് കുറേ കൂടി അങ്ങ് സ്നേഹിച്ചോളാമായിരുന്നു, കുറേ കൂടി അങ്ങ് സ്നേഹിച്ചോളാമായിരുന്നു, എനിക്ക് പരിഭവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു, പരിഭവിക്കണ്ടായിരുന്നു, ഞാനിങ്ങനെ കോപിക്കണ്ടായിരുന്നു, ഞാനിങ്ങനെ മുഷിയണ്ടായിരുന്നു, ഞാൻ ഉള്ളിൽ പരിശുദ്ധ വെച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു, എൻ്റെ വാക്കുകൾക്ക് അത്രയും മൂർച്ച പാടില്ലായിരുന്നു, വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം.
ഇനി തിരുത്താൻ ഒക്കുകയില്ലല്ലോ. ആളങ്ങ് പോയില്ലേ, ആളപ്പുറം ലോകത്തേക്ക് പോയില്ലേ, ആളങ്ങ് പറന്നു പോയില്ലേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കരിനിഴൽ വീശാതിരിക്കാൻ നിങ്ങൾ സ്നേഹം പകരുവീൻ. കരിനിഴൽ വരാതിരിക്കാൻ സ്നേഹം പകർന്നു കൊടുക്കുവീൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെല്ലാം സ്നേഹം കൊടുക്കേണ്ടതുണ്ടോ അവർക്കെല്ലാം സ്നേഹം കൊടുക്കുവീൻ. ആർക്കെല്ലാം ബഹുമാനം കൊടുക്കേണ്ടതുണ്ടോ അവർക്കെല്ലാം ബഹുമാനം കൊടുക്കുവീൻ. ആരെയും പുച്ഛിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും ആക്ഷേപിക്കരുത്, ആർക്കും ദോഷം വരുത്തരുത്. സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെയും വിലയിടിച്ച് കാണിക്കരുത്, ആരെയും തരം താഴ്ത്തി കാണരുത്, ആരെയും അപമാനിക്കരുത്. സഹോദരങ്ങളെ എല്ലാവരെയും ബഹുമാനിച്ചു കൊള്ളുക. അമ്മായിയമ്മ മരുമോളെ സ്നേഹിച്ചു കൊള്ളുക, മരുമോളെ സ്വന്തം മോളെ പോലെ കരുതിക്കൊള്ളുക, സ്വന്തം മോളെ പോലെ വാത്സല്യിച്ചു കൊള്ളുക. മരുമകൾ സ്വന്തം അമ്മയെപ്പോലെ അമ്മായിമ്മയെ കരുതിക്കൊള്ളുക. അമ്മായിയമ്മയെ ഏറ്റവും ആദരവോടെ കണ്ടുകൊള്ളുക, ഏറ്റവും ബഹുമാനത്തോടെ കണ്ടുകൊള്ളുക. കുടുംബം ഐശ്വര്യമായി തീരട്ടെ, നമ്മുടെ കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളായി തീരട്ടെ. കരിനിഴൽ കുടുംബത്തിൽ വീശാൻ ഇടവരരുത്. നമ്മുടെ അനേകരുടെയും കുടുംബങ്ങളിൽ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കൂ. കരിനിഴൽ വീശിയിട്ടുണ്ടോ? കരിനിഴൽ, മഴവില്ലിന് ശേഷം കരിനിഴൽ. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ മഴവില്ലാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നല്ല സന്തോഷമാണ്, സ്നേഹമാണ്, നല്ല പ്രസരിപ്പാണ്, നല്ല സ്നേഹോഷ്മളമായ സ്വീകരണങ്ങളാണ്. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞു, കരിനിഴൽ വീശുന്നു. കോപവും അട്ടഹാസവും ഗർജനവും തല്ലും തടവും എല്ലാമായി കുടുംബം കലങ്ങുന്നു. കുടുംബത്തിൽ അലോഹ്യങ്ങളുണ്ടാകുന്നു, വാഗ്വാദങ്ങളും തർക്കങ്ങളും പെരുകുന്നു. കിടപ്പുമുറികൾ കോടതി മുറികളായി തീരുന്ന ആരോ പറഞ്ഞതുപോലെ കിടപ്പുമുറികൾ കോടതി മുറികളായി തീരുന്ന സ്ഥിതി. അന്യോന്യം വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, വിതർക്കങ്ങൾ. കുടുംബം കലങ്ങുന്നു. ആയിത്തീരരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ കരിനിഴൽ വരരുത്, കുടുംബത്തിൽ ദോഷം വരരുത്, കുടുംബത്തിൻ്റെ അന്തരീക്ഷം മ്ലാനമാകരുത്, കുടുംബത്തിൽ ഒരിക്കലും പ്രകാശം കെട്ടുപോകരുത്. നിങ്ങളുടെ കുടുംബത്തിൽ പ്രകാശമുണ്ടോ? നിങ്ങളുടെ കുടുംബം സ്വർഗമാണോ? പ്രകാശമാനമായൊരു കുടുംബം, ദൈവത്തിന് സ്തോത്രം, പ്രകാശം തിങ്ങുന്നൊരു കുടുംബമാകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം പ്രകാശം തിങ്ങണം. നിങ്ങളുടെ ഹൃദയം പ്രകാശം തിങ്ങണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരണം. യേശു ഹൃദയത്തിലേക്ക് വരണം. യേശു ഹൃദയത്തിൽ വാഴണം. യേശു വാഴുന്ന ഹൃദയം, ദൈവത്തിന് സ്തോത്രം, യേശു വസിക്കുന്ന ഹൃദയം, അതെന്തൊരു സൗഭാഗ്യമാണ്, അതെന്തൊരു അനുഗ്രഹമാണ്. യേശു ഇവിടെ വാഴുന്നു എന്ന് നമുക്ക് ഒരു പ്രാഗൽഭ്യം കിട്ടുക എന്തൊരു ഭാഗ്യമാണ്. പാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ്, എല്ലാ പാവവും കഴുകപ്പെട്ടു എന്നുള്ള ഉറപ്പ്, എല്ലാ അകൃത്യവും ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ്, എല്ലാ കറകളും കഴുകി തന്നു എന്നുള്ളൊരു ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അതല്ലേ. ഈ ശരീരത്തിൻ്റെ കരുത്തല്ല, ഈ ലോകത്തിലുള്ളതായ ധനത്തിൻ്റെ പെരുപ്പമല്ല. ഇതെല്ലാം നിസ്സാരം, എല്ലാം നിസ്സാരം. എന്നാൽ നിലനിൽക്കുന്നത് യേശുക്രിസ്തു വാഴുന്ന ഹൃദയത്തിൻ്റെ സന്തോഷമാണ്, യേശുക്രിസ്തു വാഴുന്ന ഹൃദയത്തിൻ്റെ സൗഭാഗ്യമാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. യേശു നമ്മിൽ വാഴുന്ന അനുഭവം വരുമ്പോൾ അവിടെ സ്നേഹമേ ഉള്ളൂ. അവിടെ ഒരിക്കൽ പോലും പരുഷതയില്ല, അവിടെ വഴക്കില്ല, അവിടെ പിണക്കമില്ല, അവിടെ വൈരാഗ്യമില്ല, അവിടെ പകയില്ല, അവിടെ മുഷിച്ചിലില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതൊന്ന് അനുഭവിക്കാൻ തോന്നുന്നുണ്ടോ? ഈ ഭാഗ്യം അനുഭവിക്കാൻ തോന്നുന്നുണ്ടോ? ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങനൊരു അനുഗ്രഹത്തിൻ്റെ വഴി ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഹൃദയം സ്വർഗമായി തീരുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ, ഹൃദയം പ്രകാശപൂരിതമാകുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ എനിക്കത് തരണം. എൻ്റെ പാപങ്ങൾ നീ ക്ഷമിച്ചു തരണം. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ വന്നുപോയി, എൻ്റെ പ്രവൃത്തികളിൽ പാപങ്ങൾ വന്നുപോയി, ഓരോ അവയവത്തിലും പാപങ്ങൾ വന്നുപോയി, എൻ്റെ ഓരോ ചലനത്തിലും പാപങ്ങൾ വന്നുപോയി, എൻ്റെ വാക്കുകളിൽ പാപങ്ങൾ വന്നുപോയി, എൻ്റെ സംസാരത്തിൽ പാപങ്ങൾ വന്നുപോയി, എൻ്റെ ചിന്തയിലും വിചാരത്തിലും വികാരത്തിലും എല്ലാം പാപങ്ങൾ വന്നുപോയി. നാഥ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകി എന്നെ വെടിപ്പാക്കി തരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശം കടന്നു വരണമേ. പ്രകാശത്തിൻ്റെ സൃഷ്ടാവിന് സ്തുതി, കർത്താവിൻ്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പീൻ. പ്രകാശത്തിൻ്റെ സൃഷ്ടാവ് ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. പ്രകാശത്തിൻ്റെ ഉടയവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. വെളിച്ചങ്ങളുടെ പിതാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. വെളിച്ചത്തിൻ്റെ ഉടമകളായി നിങ്ങൾ തീരട്ടെ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വെളിച്ചം നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളെ ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല, ആരെയും കർത്താവ് ഒഴിവാക്കി നിർത്തുന്നില്ല. കഴിഞ്ഞ കാലങ്ങൾ ചോദിക്കുന്നില്ല, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നില്ല. എല്ലാം ക്ഷമിക്കാമെന്നാണ് പറയുന്നത്, എല്ലാം പുറത്തു തരാമെന്നാണ് പറയുന്നത്.
കരിനിഴൽ മാറ്റി തരാമെന്നാണ് പറയുന്നത്. ഷാഡോസ് നീക്കി തരാമെന്നാണ് പറയുന്നത്. ഇനിയും മഴവില്ല് തരാമെന്നാണ് പറയുന്നത്. സന്തോഷകാലങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ഐശ്വര്യകാലങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ശോഭന കാലങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ശുഭഭാവി തരാമെന്നാണ് പറയുന്നത്. ഇനിയും നല്ല കാലം തരാമെന്നാണ് പറയുന്നത്. ഇനിയും ഐശ്വര്യകാലങ്ങൾ തരാം. ഇനിയും ആരോഗ്യം പറ്റിയ കാലങ്ങൾ തരാം. ഇനിയും നിനക്ക് സന്തോഷവും സൗഭാഗ്യവും തിങ്ങുന്ന കാലങ്ങൾ നിനക്ക് തരാമെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, നിങ്ങൾ മുട്ടിപ്പായി പറയണം, കർത്താവേ, എനിക്ക് ഐശ്വര്യം തരണമേ, എനിക്ക് സമാധാനം തരണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ കരിനിഴലിൽ മാറ്റി തരണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ അന്ധകാരം നീക്കി തരണമേ. ദുഃഖത്തിൻ്റെ അന്ധകാരം, കഷ്ടതയുടെ അന്ധകാരം, നഷ്ടങ്ങളുടെ അന്ധകാരം, വഴക്കിൻ്റെ അന്ധകാരം, പിണക്കത്തിൻ്റെ അന്ധകാരം, കോപത്തിൻ്റെ അന്ധകാരം, മദ്യത്തിൻ്റെ അന്ധകാരം, വ്യഭിചാരത്തിൻ്റെ അന്ധകാരം, ദുർനടപ്പിൻ്റെ അന്ധകാരം, കർത്താവേ, കാമാസക്തിയുടെ അന്ധകാരം, എൻ ജീവനുള്ള ദൈവമേ, എൻ്റെ ഉള്ളിലുള്ളതായ അന്ധകാരത്തെ മുഴുവൻ നീ മാറ്റി സത്യപ്രകാശം എൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ ദീപം കൊളുത്തി തരണമേ. സ്നേഹത്തിൻ്റെ ദീപം എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കണമേ. സ്നേഹത്തിൻ്റെ ദീപം എൻ്റെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കണമേ. സ്നേഹദീപത്താൽ എൻ്റെ ജീവിതം പ്രശോഭിപ്പിക്കണമേ. വിശുദ്ധിയുടെ ദീപം എൻ്റെ ഹൃദയത്തിൽ കൊളുത്തി തരണമേ. കർത്താവേ, ഒരു വിശുദ്ധനാക്കി നീ എന്നെ മാറ്റണമേ. യേശുവേ, ഒരു ശുദ്ധിമതിയാക്കി എന്നെ തീർക്കണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. പ്രകാശത്തിൻ്റെ ഉടയവൻ കടന്നു വരട്ടെ. കർത്താവായ യേശു പ്രവേശിക്കട്ടെ. അത്യുന്നതങ്ങളുടെ നിത്യനായ ദൈവം ഇപ്പോൾ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കട്ടെ. യേശു നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. യേശുവിൻ്റെ തിരുമാറ് തുറന്നൊഴിയ തിരുരക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ. ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരട്ടെ. സ്വർഗ്ഗം നിങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തലോടണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കുടുംബസമാധാനം നൽകണമേ. ഹൃദയത്തിലേക്ക് വെളിച്ചം പകരണമേ. എല്ലാവരുടെയും അന്ധകാരം മാറ്റണമേ. കർത്താവേ, വെളിച്ചത്തിന് മക്കളായി എഴുന്നേൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.